ഈ ഡോറ് കണ്ട, ഈ ഡോറ് മര്യാദയ്ക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് പോയതായിരുന്നു മരപ്പണിക്കാർ. എന്നിട്ട് വാർക്കപ്പണിക്കാർ അന്ന് അവരുടെ ഒരുമാതിരി മെനകെട്ട സ്വഭാവം കൊണ്ട് ഈ ഡോറ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഡോറിന്റെ ഇത് ഒരു ദിവസം അടച്ചു കഴിഞ്ഞാൽ ഡോറിന്റെ ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോറിന്റെ ഇതുപോലും ഹാൻഡിൽ പോലും ഇളകി ആകെ നശിച്ചു പോയി. അവരെ കൊണ്ട് എന്തൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് അറിയും. പണിക്കാരിൽ ഞാൻ വേറെ ആരെയൊന്നും ഒരു കുറ്റവും ഞാൻ പറയണില്ല. പക്ഷെ മെയിൻ പണിക്കാരനുണ്ട്, അവനെയാണ് ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ വേറെ വാതിലായിരുന്നു വെച്ചിരുന്നത്. എന്നിട്ട് ആ വാതിലെടുത്ത് മാറ്റിയിട്ട് ഇതിന് കട്ട വെച്ചു. കട്ട വെക്കുമ്പോൾ 4 കോച്ച് സ്ക്രൂ മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പൊ മരം വെക്കാൻ എന്നിട്ട് അവൻ പറഞ്ഞ് കട്ട കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് വാങ്ങിക്കുന്നതാണ് ഓരോ സാധനങ്ങളും. ക്വാളിറ്റിയും അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ട് വാങ്ങിക്കുന്നതാണ്. ഇവൻ പറഞ്ഞു കട്ടല കൊള്ളൂല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് മരം വെക്കാനായിട്ട് കുറച്ച് പേര് വന്നു. എത്രയോ പേര് ഞങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, മരപ്പണിക്ക് വേണ്ടി, ഇതിന് വേണ്ടി ഡോർ വെക്കാനായിട്ട് കുറച്ച് പേര് വന്നു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കട്ടിലേക്ക് ഒരു കുഴപ്പമില്ല, കട്ടിലേക്ക് നല്ലതാണ്, ഇവന്മാർ വെച്ചതിന്റെ മിസ്റ്റേക്കാണ്. ഇവന്മാർ 4 കോച്ച് സ്ക്രൂ 4 വെച്ചതുള്ളൂ. ശരിക്കും മേലേക്ക് ഒരു കോച്ച് സ്ക്രൂ ഒക്കെ വെക്കണം. കോച്ച് സ്ക്രൂവിന് നിസ്സാര പൈസയുള്ളൂ. അവന്മാരെ ഞങ്ങളുടെ അടുത്ത് 4 വാങ്ങിക്കാൻ പറഞ്ഞല്ലോ. അവന്മാർ എത്ര ഇപ്പൊ 10 വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 10 വാങ്ങിച്ചു കൊടുക്കും. കാരണം അതിന് നിസ്സാര പൈസയുള്ളൂ. പക്ഷെ ഇവന്മാര് 4 മാത്രം വെച്ച് എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് ഈ ഡോറ് വെക്കാനായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ ഇതൊക്കെ മൊത്തം പൊളിഞ്ഞു പോകണം. കട്ടള വെച്ചതൊക്കെ പൊളിഞ്ഞു പോകണം. ഏത് കട്ടളപ്പണിക്കാരൻ കട്ടള ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകണേ. എന്നിട്ടൊക്കെ പൊളിഞ്ഞു പോയിരുന്നു. പൊളിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അവര് ഡോർ വെച്ചോണ്ട് പോയി. അവര് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അവര് പിന്നെ ഒരു ആണി അതിന്റെ വേറൊരു പണിക്കാരൻ ഒരു ആണി നൈസായിട്ടൊന്ന് കയറ്റി തന്നു. അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ ഒരു തരത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡൊക്കെ മൊത്തം പൊളിഞ്ഞു വിട്ട് ആ ഒരു ലെവലിൽ ഇരിക്കുന്നത്, കട്ടള വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവൻ പറയണ അവൻ മരം കൊള്ളൂലെന്നാണ് അവൻ പറയണത്. പക്ഷെ മരപ്പണിക്കാര് 2-3 പേര് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരമൊക്കെ നല്ലതാണ്, മരത്തിന് യാതൊരു കംപ്ലൈന്റും ഇല്ല. ഇവൻ എന്നിട്ട് വലിയ ഷോ കാണിച്ചിട്ട് മരപ്പണി മരത്തിന്റെ ഇതാണ് കംപ്ലൈന്റ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, മരം കൊള്ളില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ പറഞ്ഞു. പക്ഷെ മരം കൊള്ളില്ലാത്തതുകൊണ്ടൊന്നും ഞങ്ങൾ കുറെ പേരെ കാണിച്ചു. മരപ്പണിക്കാരെ ഒരാളല്ല കാണിച്ചു. ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവർ പറയുന്നത് കറക്റ്റ് ആണോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. 2-3 പണിക്കാരെ കാണിച്ചപ്പോൾ 2-3 പണിക്കാരും പറഞ്ഞു കട്ടിലൊക്കെ നല്ലതാണ്, ഇവന്മാര് വെച്ചതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു ഇവൻ എന്ത് ചെയ്തു, ഇവനോട് എന്നിട്ട് ഞങ്ങളത് പറയുകയും ചെയ്തു, നിങ്ങൾ വെച്ചതിന്റെ കുഴപ്പമാണ്, കാരണം 2-3 പേര് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്ത് ചെയ്തു ഇവൻ വാശിക്ക് വന്നോണ്ട് ഇവൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ വാതിലൊക്കെ ഡോറൊക്കെ വെച്ചതാണ്. ഇവൻ വാശിക്ക് വന്നോണ്ട് വേഗം അങ്ങോട്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊളിച്ചിട്ട് ഇവൻ എന്ത് ചെയ്ത് വേഗം കുത്തി പൊളിച്ചിട്ട് രണ്ടാമത് ഇവൻ ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച്. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി കഴിയുമ്പോ വാതിൽ അടയുന്നില്ല. ഇവൻ ഇങ്ങനെ ഇത് കാണിച്ചു വെച്ചോണ്ട് എന്നിട്ട് പിന്നെ വാതില് ഞങ്ങളിങ്ങനെ ഒരു ദിവസം അടച്ചു കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വാതിലിന്റെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കിയതാണ്. അടച്ചു നോക്കി കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോൾ വാതിലിന്റെ ഇതും പോയി, ഈ പിടിക്കണ ആ ഒരു ഇതും പോയി. ഇത്രയും ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയവൻ. അവൻ പറയുന്നത് ഞാൻ പറഞ്ഞു വാതിലടയണല്ലോ, ഇമാതിരി പണി കാണിച്ചത് എന്തെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് ഞാനൊന്ന് ടൈറ്റ് ചെയ്തതാണ്. അപ്പൊ അത്രയ്ക്കും ബോധമില്ലാത്തതെന്ന് വെച്ചാൽ ബോധമില്ലാത്തവനാണ് അവൻ. മാത്രം ആ ഒരു കൂട്ടത്തിൽ ബോധമില്ലാത്ത അവനെ മാത്രം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വെറുപ്പ്. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്ന പണി ഒന്ന് തീർത്തിട്ട് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. അത്രയും വെറുത്തു പോയി. ഞാനാണെങ്കിൽ അവന്റെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ അനിയനായാലും വിളിച്ച് മതിയായി. ലാസ്റ്റ് ഞാൻ എന്നിട്ട് കെഞ്ചി വിളിച്ചോണ്ടിരിക്കും. കാരണം ഇവനൊന്ന് പണിതൊന്ന് പോട്ടെ, പണി ഒന്ന് പൂർത്തീകരിച്ച് പോട്ടെ. ഇവൻ വെച്ച് വരൂലെന്നും ഇവന് ഇത്തിരിക്കോളമുള്ള പണിയിട്ടോട് വലിപ്പിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഇവൻ ഇമാതിരിയുള്ള വേഷം കെട്ടൊക്കെയാണ് ഓരോന്നൊക്കെ കാണിച്ചു വെച്ചുകൊണ്ട് പോയേക്കുന്നത്. ഇവനൊക്കെ എന്റെ പോലെ ജീവിതത്തിൽ ഇവനൊക്കെ ഒരു പണി ഉണ്ടെങ്കിൽ വിളിക്കൂല. അത്രയും വെറുത്തു പോയി എന്ന് വെച്ചാൽ വെറുത്തു പോയി. പക്ഷെ നമ്മളത് അവരോട് പറയൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ടെന്ന് ഓർത്തതാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഈ ഡോർ അടയ്ക്കുമ്പോ മനസ്സിൽ അവനെ കരിഞ്ഞ് പ്രാഗാണ് ചെയ്യണത്. ഓരോ നിമിഷവും ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പണിക്കാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു ചേട്ടനെ ഞങ്ങള് വീടിന്റെ അടുത്തുള്ള ചേട്ടനെ വിളിക്കാം. ഇതിക്ക് മുമ്പ് വന്ന ആൾക്കാരെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒക്കെ തിരക്കാണ്. ഈ ഒരു ചെറിയ പണിക്ക് ആരും വരൂല. കാരണം ഒക്കെ തിരക്കാണ്. പിന്നെ ഒരു ചേട്ടൻ ഞാൻ എന്തോരം നാളെ വിളിക്കണമെന്ന് പറയാം. ചേട്ടൻ വരാന്ന് പറയുന്നുണ്ട്. ആ ചേട്ടൻ എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ ജോലിയാണ്. അപ്പൊ ഈ ചെറിയൊരു പണിയാകുമ്പോൾ ആൾക്കാർക്ക് വരാൻ മടിയാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർക്ക് തിരക്കുവാണ്. വലിയ പണിയുള്ളപ്പോൾ തന്നെ ആൾക്കാരെ വിളിച്ചാൽ കിട്ടുന്നില്ല. കാരണം ഇപ്പൊ പണിക്കാർക്കൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ദ്രോഹം എന്ന് വെച്ചാൽ ദ്രോഹമാണ്. അവനത് എന്റെ മനസ്സിൽ പിന്നെ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഇവന് ഒരിക്കലും ഏൽപ്പിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല പണിക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ ഇത് ചെയ്തത്. അതിന്റെ പണിയൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കട്ടള വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇവന്മാർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇവന്മാർ പണി ഉടായിപ്പണിയൊക്കെ കാണിക്കില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവന്മാരെന്തെയും പക്ക പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് തേച്ച് മിനിക്കൊണ്ടാ പോയത്. പോയി കഴിഞ്ഞ് എന്റെ പുറകെ എന്താണ് ഇത് പൊടിഞ്ഞു പോലോ ആ ഒരു അവസ്ഥയാണ് ഇവന്മാര് എന്ത് പണിതുകൊണ്ട് പോയാലും. അത്രയ്ക്ക് ഒരു എന്റെ പൊന്നോ ഭയങ്കര ഷോയാണ് അവൻ വന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്നത്. അവൻ വലിയ എന്തോന്ന് വലിയ എന്തൊക്കെയാണ് വലിയ കൊമ്പത്തെ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷോ കാണിക്കലാണ്. എന്റെ വീട്ടിലെ പണിക്ക് വന്നു കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലെ പണിയെടുക്കാം. അല്ലാണ്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കാനല്ല അവൻ നിൽക്കേണ്ടത്. ഇമാതിലുള്ള ഷോ കാണിച്ചുകൊണ്ടാണ് അവൻ ഓരോ നിമിഷവും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് മടിയാണ്. അവൻ പറയും, ഞാൻ പറയും ചേട്ടാ അതൊക്കെ ഒന്ന് വലിച്ചിട്ട് ഒരു സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അവനത് പറ്റൂല. അവൻ പറയും ഞാൻ എന്നെ പണി എടുപ്പിച്ചാടാൻ കൊള്ളൂല. പിന്നെ ഇവൻ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? ഇവന് കാശ് കൊടുത്ത് വൈകുന്നേരം ആകുമ്പോൾ ഇവന് പണിയെടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഇവന് ഞാൻ കാശും കൊടുക്കൂല. ഇവനെന്താ എനിക്ക് ആ പണിയെടുക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയും കാശ് നീ തന്നാൽ മതി എന്ന് പറയണം. ഇതല്ല അവന് വൈകുന്നേരം ആകുമ്പോൾ കാശും വേണം, അവന് പണിയെടുക്കാനും പറ്റില്ല. അവന് വലിയ ഷോയാ കാണിച്ചുകൊണ്ട് അവിടെ വന്നത്. പിന്നെ വേറെ പണിക്കാരെ തപ്പി പിടിച്ചെടുക്കാനായിട്ട് പാടാണ്. കാരണം ആൾക്കാർ പണിക്കാരെ മര്യാദയ്ക്ക് കിട്ടണില്ല. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വന്നതിൽ ഏറ്റവും വെറുത്തു പോയേക്കണെന്ന് വെച്ചാൽ ഇതേമാതിരി ഇത്രയും നാളെ ഈ വീട് പണിതിട്ട് പോലും ഞങ്ങൾക്ക് ഇപ്പൊ ഈ വീട് ഒരു 2017 ആ ഒരു സമയത്താണ് പണിത് കഴിഞ്ഞത്. അപ്പൊ ആ പണിതിട്ട് പോലും ഞങ്ങള് ഇത്രയും വെറുത്തൊരു പണിക്കാരി ലൈഫിൽ ഉണ്ടായിട്ടില്ല.
കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും വെറുതെന്ന് വെച്ചാൽ അത്രയ്ക്കും വെറുത്ത് പോയി അവന്. പിന്നെ അവനോട് ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഓരോ നിമിഷവും ഈ ഡോർ അടയ്ക്കുമ്പോ അവന് സത്യം പറഞ്ഞാൽ വെറുത്ത് പോവുകയാണ്. ഇപ്പോഴും ഞാൻ ചേട്ടൻ ഓരോ ചേട്ടന്മാരെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന, ചേട്ടൻ ഒന്ന് റെഡിയാക്കിത്താ അപ്പൊ അവര് വരാന്ന് പറയുമ്പോൾ പക്ഷെ അവർക്ക് തിരക്കാണ്. ലാസ്റ്റ് എന്ത് ചെയ്ത് ഇപ്പൊ ഇതിന്റെ ഈ സാധനം ഒടിഞ്ഞു പോയി, ഇനി ഇത് മാറ്റണം. ഇത് മാറ്റാനായിട്ട് അവൻ പൈസ തരും. മൊത്തത്തിൽ അവൻ വന്നേ പിന്നെ നഷ്ടം എന്ന് വെച്ചാൽ അങ്ങേ എത്തത്തോളാണ്. എന്തെങ്കിലും അവൻ എക്സ്ട്രാ കുറെ എന്താണ് കുറെ മിറ്റലും അതും ഇതൊക്കെ ആവശ്യമില്ലാണ്ട് ഇറക്കല്, കുറെ എൻസാന്റെ ഒക്കെ അവൻ അവിടെ ഇറക്കിയിട്ട് വെറുതെ കിടക്കുകയാണ്, വെറുതെ ഇറക്കിപ്പിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ എന്തിനാ ഇറക്കിപ്പിച്ചത്? അതെ, ഞാൻ മുൻകൂട്ടി കരുതി ഇറക്കിപ്പിച്ചതാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇറക്കിപ്പിച്ച് ഞങ്ങളുടെ പൈസയൊക്കെ ഒരുപാട് അവൻ കളഞ്ഞിട്ടുണ്ട്. ഇത്രയും വെറുത്തു പോയവനെന്ന് വെച്ചിട്ട് വെറുത്തു പോയി. ഓരോ നിമിഷവും ഞങ്ങൾ ഈ ഡോർമ കാണുമ്പോൾ തന്നെ അവനെ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് പ്രാഗി പോവുകയാണ്. അത്രയ്ക്കും വെറുത്തെന്ന് വെച്ചാൽ അത്രയ്ക്കും വെറുത്തു. ഇങ്ങനെ ആരോടും ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ വിചാരം എന്ന് വെച്ചാൽ അവൻ ഇമാതിരിയുള്ള വേഷം കെട്ടും എന്താണ് ഞാൻ പറയുന്നില്ല, ആ ഒരേ സ്വഭാവങ്ങളും കാണിച്ചിട്ട് അവനോട് ഞങ്ങൾക്ക് എന്തോ ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളും ഇതാണെന്നുള്ള വിചാരമാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സിലുള്ളിലുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ അടുത്ത് ഞങ്ങൾ പെരുമാറിയിട്ടില്ല, കാരണം പെരുമാറുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതിൽ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് സഹിയും ക്ഷമയും കിടക്കണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിപ്പോ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചാണെന്നറിയോ? ആ സാധനം പൊടിഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മാറ്റി കിട്ടാൻ കൂടിയില്ല. ഇതിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി തരില്ല എന്ന് പറഞ്ഞു. ഈ മറ്റേ കീക്ക് ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി തരാന്ന് പറഞ്ഞു. പക്ഷെ ഈ ഹാൻഡിലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ മാറ്റി തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇത് വേറെ വാങ്ങിക്കണം, എന്തെല്ലാം നഷ്ടമാണോ വന്നേപ്പിന് ഉണ്ടായിരിക്കണം പറയും. പിന്നെ ഇത് കൂടാതെ ഇത് ചെയ്യണമെങ്കിൽ ഇനി ആ വന്ന പണിക്കാർക്ക് അതിന് പൈസ കൊടുക്കണം. എന്നിട്ട് അവൻ വലിയ മാന്യനാണ്. അവൻ എന്തെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും എന്തിനാ എത്ര എൻസാൻ്റെ ഇറക്കി, എന്തിനാ ഇത്ര ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവന് എക്സ്ക്യൂസ് എന്തോരോന്നും. ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ അത്രയും ടൈറ്റ് ചെയ്തേന്ന് ചോദിച്ചു. അത് വെറുതെ തേച്ചെടുത്താൽ പോലെ പൊളിഞ്ഞോടത്തും തേച്ചെടുത്താൽ പോലെ എന്ന് വെച്ചാൽ പറയാം അപ്പൊ ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചാണ്. അശേഷം ബോധമില്ല എന്ന് വെച്ചാൽ ബോധമില്ല. പക്ഷെ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഇവിടെ വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ മാനേജറാണ്, ഇവിടുത്തെ മാനേജറെ പോലെയാണ്. അവന് ജോലി എടുക്കാൻ പറ്റൂല. എന്തെങ്കിലും ഞാൻ എടുക്കാൻ പറയുമ്പോൾ അവൻ പറയും എനിക്ക് എന്നിട്ട് അവൻ ഒരു 4:30 ആകുമ്പോഴേക്കും ജോലിയൊക്കെ നിർത്തി അവൻ കൈ കാലം കഴുകി ഷോയും കാണിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കണതാണ്. അവന്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വധൂരി വന്ന് സത്യം പറഞ്ഞ് പണി നിർത്തി പോയാൽ മതി എന്നായി. പക്ഷെ അവൻ പണി നിർത്തി പോയിട്ടും അവനെ വെറുപ്പെന്ന് വെച്ചാൽ വെറുപ്പാണ്. കാരണം എന്താ ചെയ്ത് ഓർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങേറ്റത്തോടെ ഞങ്ങൾക്ക് വെറുപ്പാണ്. ഇമാതിരിയുള്ള പണിയൊന്നും പോയി ചെയ്യല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ എവിടെയെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം തോണ്ടും. അതേപോലെയാണ് ഇവന്മാരുടെ പണിയും കാര്യങ്ങളും. ഇവന്മാരെ ആരും പറയുന്നില്ല, ബാക്കിയുള്ള ചേട്ടന്മാരൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള ചേട്ടന്മാരെ അവന്മാരുടെ പണി അവന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് പണിയെടുത്തു. പക്ഷെ ഈ ഒരു മെയിൻ പണിക്കാരൻ മാത്രമാണ് ഇമാതിരിയുള്ള ഷോ കാണിക്കുന്നത്. അവനിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പണിക്ക് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവന് പണിയെടുക്കാൻ പറ്റില്ല. അവനോട് എന്തെങ്കിലും പണി പറയുമ്പോൾ അവൻ പറയും നീ എന്നെ കൂടെ പണിയെടുപ്പിച്ച് അടങ്ങും. ഇനി ഇവൻ എന്തിനാണ് ആർക്കാണോട് വന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണം. പിന്നെ അവൻ പണിയെടുത്ത് ഞങ്ങളുടെ പൈസ വാങ്ങി ഞങ്ങൾ വെറുതെ എന്നുള്ള പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഞങ്ങളുടെ ഉള്ളത് അവനെ വെറുതെ എടുത്ത് കൊടുക്കാനായിട്ട് ദാനം ചെയ്യാനായിട്ട്. അത്രയും വൃത്തികെട്ട പണിക്കാരൻ എന്റെ ലൈഫിൽ കണ്ടല്ലോ. വെറുതെന്ന് വെച്ചാൽ വെറുത്ത് പോയവനാണ്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്റെ അനിയനും ഇഷ്ടമല്ല, അച്ഛനും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. പക്ഷെ അത് അവനോട് പറയാൻ പറ്റില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡോറ് ഇതുപോലും ഇപ്പൊ ഇളകിപ്പോയി. ഇനി വേറെ ഇത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യേണ്ടത് എത്ര രൂപ ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇവന്മാരെ എന്റെ പോലെ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പണിക്കും വേണ്ടി ഇവന്മാരെ വിളിക്കൂല. അത്രയ്ക്കും വെറുത്തുപോയി. ഇവന്മാരെന്നല്ല അവനാ.